ആയില്ലേ? എത്ര ചെറുപ്പക്കാരാണ് മരിക്കുന്നത്? എത്ര ആളുകളാ ഹൃദയാഘാതമുണ്ടായി മരിക്കണത്? എത്ര ആളുകളാ ആക്സിഡന്റിൽ പെടുന്നത്? എത്ര ആളുകളാ പെട്ടെന്ന് ലോകത്തോട് വിട പറയുന്നത്? ഇനിയും നമ്മൾ കാത്തു നിൽക്കുകയാണോ? നമുക്ക് റബ്ബിലേക്ക് അടുക്കണ്ടേ, ഹൃദയം നന്നാക്കണ്ടേ. നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകമായ അല്ലാഹുവിന്റെ ദീന് വരച്ചു തന്ന ഒരു ദീനിന്റെ നിയമവ്യവസ്ഥകളില്ലേ? ആ നിയമവ്യവസ്ഥകളെ തെറ്റിച്ചുകൊണ്ട് ഹറാമിലായി, വൃത്തികേടിലായി, തോന്നിവാസങ്ങളിലായി ഇനിയും ജീവിക്കാനാണോ നമ്മുടെ തീരുമാനം? അഊദു ബില്ലാഹ്. മാറണം, എന്റെ ഖൽബ് മാറണം, നമ്മുടെ ഖൽബ് മാറണം, ഹൃദയങ്ങളൊന്ന് നന്നാകണം. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കട്ടെ. ആരോടും വൈരാഗ്യമില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും വെറുപ്പില്ലാത്ത നല്ല സലീമായ ഖൽബിന്റെ ഉടമകളായി മാറണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരോടും വൈരാഗ്യം വേണ്ട, ആരോടും വിദ്വേഷം വേണ്ട, ആരോടും വെറുപ്പ് വേണ്ട. എല്ലാവരും നല്ലതാവട്ടെ, എല്ലാവർക്കും നല്ല വീടുകൾ ഉണ്ടാവട്ടെ, എല്ലാവരും നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യട്ടെ, എല്ലാവർക്കും മക്കൾ ഉണ്ടാകട്ടെ, എല്ലാവരുടെ കച്ചവടങ്ങളും ഉഷാറാവട്ടെ, എല്ലാവരുടെ ബിസിനസ്സുകളും പച്ച പിടിക്കട്ടെ, എല്ലാവരും ഉഷാറാകട്ടെ. മരുമക്കളും ഒരു മരുമകളോടൊരു കണ്ണ്, മറ്റു മരുമകളോട് വേറൊരു കണ്ണ് വേണ്ട. ഉമ്മ പെങ്ങളെ, സ്വന്തം ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ ഭർത്താവിന്റെ ഉമ്മയെയും സ്നേഹിച്ചോ പെങ്ങളെ. അങ്ങനെ ഖൽബ് നന്നാവണം. ആ നന്നായ ഖൽബ് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കണം. കൃത്യമായി 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. ഖളാ വീട്ടലാണോ? പണിയല്ല. ഖളാ വീട്ടിയാൽ മാത്രം മതിയാകുമോ? 5 വക്ത് നിസ്കാരം ഒഴിവാക്കുക എന്നത് സബൂൽ മുബിഖാത്താണെന്ന്, വൻ ദോഷങ്ങളിൽപ്പെട്ട ദോഷമാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയില്ലേ? കേവലം ഖളാ വീട്ടൽ കൊണ്ടാകുമോ? ഇല്ല. റബ്ബിന്റെ മുന്നിൽ ഖാലിസായ തൗബ ചെയ്യേണ്ടി വരും. റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ അല്ലാഹ് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിസ്സാരമായി കാണണ്ട. അല്ലാഹു നമുക്ക് നിശ്ചയിച്ച ജീവിത പദ്ധതി അത് ഏറ്റവും സുന്ദരമായ ജീവിത പദ്ധതിയാണ്. ആ ജീവിത പദ്ധതിയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് ആ ഈമാനിലായി നമുക്ക് മരിക്കണം. അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അവസാന സമയം നന്നാവണം. മൂമിനായി മരിക്കണം, ഈമാനോടുകൂടെ മരിക്കണം, ഖൽബ് ലംഘി മരിക്കണം. അവസാനത്തെ ആ വിട പറയുന്ന സമയത്തും നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടത് അല്ലാഹുവിന്റെ നാമമാകണം. സിനിമകളും സീരിയലുകളും വൃത്തികേടുകളും തോന്നിവാസങ്ങളും കടുത്ത ഹറാമുകളും സെക്സുകളും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്നാൽ അല്ലാഹു നമ്മളെ പൊരുത്തപ്പെടൂല.